ടേസൊക്കെ യുവങ്ങിന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞത് കേൾക്കുമ്പോൾ അയാൾക്ക് ദേഷ്യം കൂടും. ബോയ് ഫ്രണ്ട് ഉള്ള ഒരാളിനെ ആണോ എനിക്ക് വേണ്ടിയിട്ട് അയാൾ പറഞ്ഞു വിട്ടതെന്ന് ചോദിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്കിനും ഇവക്ക് കാര്യം മനസ്സിലാവും. ഇനി എന്ത് വന്നാലും ഞങ്ങളുടെ പ്രോഡക്ട്സ് ഒന്നും നിങ്ങൾക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ വീണ്ടും ദേഷ്യപ്പെടുന്നുണ്ട്. ഇവിടെ നിന്ന് അധികം ദേഷ്യപ്പെടാതെ പെട്ടെന്ന് പോകുന്നതാണ് നല്ലതെന്ന് ടേസൂപ്പ് അയാളുടെ അടുത്ത് പറയും. ഇല്ലെങ്കിൽ പോലീസ് ഇൻവോൾവ് ആവും, ആളുകളൊക്കെ നോക്കുന്നുണ്ട്, CCTV എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ പ്രശ്നം വരത്തുള്ളൂ എന്ന് പറയും. അയാൾ പോയി കഴിയുമ്പോഴത്തേക്കിനും എങ്ങനെയാണ് ഇവിടെ വരണം എന്ന് അറിഞ്ഞതെന്ന് ടേസൂപ്പിന്റെ അടുത്ത് അവൾ ചോദിക്കും. കാര്യം അറിയുമ്പോൾ തന്നെ ജേസു അങ്ങോട്ടേക്ക് പോകാനായിട്ട് തുടങ്ങുന്നുണ്ട്. പക്ഷെ അവൾക്ക് ടേസൂപ്പിനാണ് ഇഷ്ടം, ലൈൻ ക്രോസ് ചെയ്യത്തില്ല എന്ന് അവൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവൻ ടേസൂപ്പിനെ വിളിച്ച് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവൻ ഇവിടേക്ക് വരുന്നത്. ടേസൂപ്പ് യുഎങ്ങിനെ കൂട്ടിക്കൊണ്ട് പോകുന്നതെല്ലാം കണ്ടതിന് ശേഷമാണ് ജീസു അവിടുന്ന് പോകുന്നത്. പക്ഷെ അവർ രണ്ടുപേരും ജീസുവിനെ കാണുന്നില്ല. മിശ്രോ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തത്, വന്ന ആൾക്ക് ഇതൊരു ബ്ലൈൻഡ് ഡേറ്റ് ആണെന്ന് അറിയായിരുന്നു എന്നുള്ള കാര്യം നാരി യുഎങ്ങിന്റെ അടുത്ത് പറയും. ഒരു ബിസിനസ് മീറ്റിംഗ് ആണെന്ന് വിചാരിച്ചിട്ടാണ് യുഎങ് പോകുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് അവരുടെ അടുത്ത് അങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് വിട്ടതെന്ന് അന്നേരമാണ് അവൾ തിരിച്ചറിയുന്നത്. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് നാരി ഗ്രീവൻസ് കമ്മിറ്റിക്ക് ഒരു കംപ്ലൈന്റ് കൊടുക്കും. ഒരു മീറ്റിംഗിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നൊന്നും ഓയും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ അയാൾ വന്നിട്ട് യുഎങ്ങിന്റെ അടുത്ത് അപ്പോളജൈസ് ചെയ്യും. ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം എന്നും പറയും. യുഎൻ വിഷമിച്ചിരിക്കുകയായിരിക്കും എന്ന് അറിയാവുന്നത് കൊണ്ട് ഹോട്ടൽ മാനേജർ അവളെയും വിളിച്ച് ഫുഡ് കഴിക്കാനായിട്ട് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. 10 വർഷമായിട്ട് യുഎൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അയാൾക്കറിയാം. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് കണ്ടില്ലാന്ന് നടിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഡിസിപ്ലിനറി കമ്മിറ്റി ഓയ്ക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കണം. അതുവരെ യുഎൻ അവധിയിൽ പൊക്കോളാനായിട്ട് മാനേജർ അവളോട് പറയും. അവൾ ഇതുവരെ ഒരു ബ്രേക്ക് പോലും എടുത്തിട്ടില്ല എന്ന് മാനേജർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവളോട് പറയുന്നത്. ഇത്രയും കാലം ലീവൊന്നും എടുത്ത് വീട്ടിൽ ഇരുന്നിട്ടില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യണം എന്നറിയത്തില്ല യുഎങ്ങിന്. അങ്ങനെ അവള് ജിമ്മിലേക്ക് ചെല്ലും. നീ ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ട് മാറ്റിവെച്ച കാര്യങ്ങള് ഓരോന്നായിട്ട് ചെയ്യാൻ സഞ്ജു അവളുടെ അടുത്ത് പറയും. കിട്ടിയ സമയം അമ്മയ്ക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊടുത്ത് വിടാനും ബുക്സ് വായിക്കാനും TV കാണാനും ടേസോപ്പിനെ വിസിറ്റ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കും യുഎൻ. യങ്മിനാണെങ്കിൽ ഓഫീസിൽ യുഎങ്ങിന്റെ ജോലി കൂടി ചെയ്യേണ്ടി വരും. ആ വീക്കെൻഡിൽ ഫാം വിസിറ്റ് ചെയ്യാനായിട്ട് നാരി യങ്മിനെയാണ് ഏൽപ്പിക്കുന്നത്. യങ്മിൻ ഇതൊന്നും ഒറ്റയ്ക്ക് ഇതുവരെ ഹാൻഡിൽ ചെയ്തിട്ടില്ല. കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ യുഎങ്ങും അവളുടെ കൂടെ ചെല്ലാം എന്ന് പറയും. അമ്മയ്ക്ക് ആ ആഴ്ച ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ഉണ്ട്, അതിനുശേഷം നമുക്ക് ഒന്നിച്ചൊരു സിനിമയ്ക്ക് പോയാലോ, വീക്കെൻഡ് അല്ലേ എന്ന് അമ്മ അവളോട് ചോദിക്കും. യങ്മിന്റെ കൂടെ പോകേണ്ടതുകൊണ്ട് ഫ്രീ അല്ല എന്ന് അവൾ അമ്മയടുത്ത് പറയും. ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്ത ആളുകളെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നടക്കുകയാണ്. അതിലേക്ക് ഗസ്റ്റിന്റെ ലിസ്റ്റ് ഒക്കെ പരിശോധിക്കുകയാണ് ജീസുവിന്റെ അച്ഛൻ. നോക്കുമ്പോൾ ജങ്ങയുടെ പേരില്ല. ജങ്ങ പ്രോമിസ് ചെയ്ത എമൗണ്ട് ഡൊണേറ്റ് ചെയ്യാം, പക്ഷെ ഇവന്റ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചു എന്ന് ഡോക്ടറിന്റെ അടുത്ത് ഹോസ്പിറ്റലിലെ ഒരാൾ പറയും. അയാൾ തിരിച്ച് റൂമിൽ വന്നിട്ട് ജങ്ങയെ വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ ജങ്ങ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ജങ്ങ ജീസുവിന്റെ കഫേയിലേക്ക് വരും. കഫേ ഓണർ ജങ്ങയുടെ വലിയൊരു ഫാനാണ്. അയാൾ ഓട്ടോഗ്രാഫ് ഒക്കെ വാങ്ങിയിട്ട് എന്ത് വേണമെങ്കിലും കൊടുക്കണം, പൈസ വാങ്ങാൻ പാടില്ല എന്ന് ജീസുവിന്റെ അടുത്ത് പറയും. മാക്സിമം എന്നെ അവോയ്ഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ജീസു ജങ്ങയുടെ അടുത്ത് ചോദിക്കും. എനിക്ക് നേരിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് അവർ പറയുമ്പോൾ, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിലും എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. ഞാൻ ഡിവോഴ്സിന് കൊടുത്തിട്ടുണ്ടെന്ന് ജങ്ങ നേരം പറയും. അത് കേട്ട് അവൻ ഞെട്ടും. ഒന്നും കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞെങ്കിലും ഇത് കേൾക്കുന്ന തന്നെ ജീസു ഒന്ന് ഷേക്കണായി എന്ന് ജങ്ങയ്ക്ക് മനസ്സിലാവും. എന്നെ ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടറിന്റെ വൈഫ് വയ്യാതെ കിടക്കുകയായിരുന്നെന്ന് ഞാൻ കഴിഞ്ഞ ദിവസമാണ് അറിഞ്ഞത്. എനിക്ക് അതിനെപ്പറ്റി യാതൊരു ധാരണയില്ലായിരുന്നു. എന്നെയും അയാളെ പറ്റിക്കുകയായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. നിന്നോട് ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവർ ക്ഷമ ചോദിക്കും. നിങ്ങൾ റോമിയോയും ജൂലിയറ്റും പോലെ ആയിരുന്നല്ലോ, ഇത്രയും വർഷത്തിന് ശേഷം ഈ വൈകിയ വേളയിൽ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് അവൻ ചോദിക്കുമ്പോഴത്തേക്കിനും ഒരു പക്ഷേ എനിക്ക് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞാനത് ആ ഒരു സമയത്ത് എന്താണെന്ന് അന്വേഷിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഒരിക്കലും ഇത് അറിഞ്ഞിരുന്നില്ല, അറിഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തത് തെറ്റല്ല എന്ന് പറഞ്ഞിട്ട് അവനോട് ആത്മാർത്ഥമായിട്ട് തന്നെ ജങ്ങ ക്ഷമ ചോദിക്കും. തിരിച്ച് റൂമിലേക്ക് വരുമ്പോഴത്തേക്കിനും ജീസുവിന്റെ അച്ഛനും ഡിവോഴ്സ് നോട്ടീസ് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ യുവങ്ങും യങ്മനും ഫാം വിസിറ്റ് ചെയ്യാനായിട്ട് ചെല്ലും. അയാൾക്ക് പ്രൊപ്പോസലൊക്കെ കൊടുക്കും സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം റൂമിൽ ചെക്ക് ഇൻ ചെയ്യും. എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഫ്രീ ആണ്. അതുകൊണ്ട് ആ സമയത്ത് രണ്ടുപേരും പരസ്പരം ശല്യം ചെയ്യത്തില്ലെന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. ഇഷ്ടമുള്ളത് ചെയ്യാമെന്ന് പറയും. ഇതിനിടയ്ക്ക് ടേസൂപ്പ് യുഎങ്ങിനെ വിളിക്കുന്നുണ്ട്. അവൾ ഇവിടേക്ക് വന്നിട്ടുണ്ടെന്ന് അറിയുമ്പോൾ അവൻ ഫ്രീ ആണ്, അങ്ങോട്ടേക്ക് വരാമെന്ന് അവൻ പറയും. അങ്ങനെ ടേസൂപ്പും അങ്ങോട്ടേക്ക് വരും. അവരെ ബീച്ചിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്തതിനു ശേഷം കഴിക്കാനായിട്ട് പോകുമ്പോൾ അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ യങ്മനും സഞ്ജുവും കൂടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണും. അവിടെ വെച്ചിട്ടാണ് യങ്മനും സഞ്ജുണ്ണും യുഎങ്ങിനെ അവരെ പറ്റി അറിയായിരുന്നു എന്ന് മനസ്സിലാകുന്നത്. അവള് കാരണമാണ് അവരെ വീണ്ടും ഒന്നിച്ചതെന്നും അവർ തിരിച്ചറിയും. ജീസു ഷൂട്ടിങ്ങിന് വരും. ഡയറക്ടർക്കാണെങ്കിൽ
അവന്റെ ഹെയർ സ്റ്റൈലും ഔട്ട്ഫിറ്റും ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. നേരത്തെ പോലെ വലിയ താല്പര്യത്തോടെ അല്ല അവനോട് സംസാരിക്കുന്നത്. ഇതെല്ലാം ഒന്ന് മാറ്റിയിട്ട് വരാനായിട്ട് അസിസ്റ്റന്റിന്റെ അടുത്ത് പറഞ്ഞു വിടും. അന്നേരം അവിടെ ഇരുന്ന ഒരാള് ജിസിനെ കളിയാക്കി സംസാരിക്കും. ഇയാളാണോ ജങ്ങ കാരണം ഈ പ്രോജക്റ്റിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടത്? ജങ്ങ ഡയറക്ടറുടെ അടുത്ത പ്രോജക്റ്റ് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് പിന്മാറി എന്നാണ് കേൾക്കുന്നത്. അതിനു മുമ്പ് ഇയാൾക്ക് എന്തായാലും നല്ലൊരു റോളൊക്കെ വാങ്ങി തന്നിട്ടാണല്ലോ പോയതെന്നൊക്കെ അയാൾ അവിടെ നിന്ന് പറയും. പിറ്റേ ദിവസം ടേസോപ്പ് യുവങ്ങിന് വേണ്ടിയിട്ട് റിസപ്ഷൻ ഏരിയയിൽ വെയിറ്റ് ചെയ്യായിരിക്കും. അപ്പോൾ അതുവഴി ഒരാൾ പോകും. അയാളുടെ കയ്യിൽ നിന്ന് കവർ കീറിയിട്ട് ബുക്സ് എല്ലാം കൂടി താഴെ പോകും. ഇവനെല്ലാം എടുത്തു കൊടുത്തിട്ട് പുതിയൊരു കവറൊക്കെ വാങ്ങി തിരിച്ചു വരുമ്പോഴത്തേക്കിനും യുയങ് അങ്ങോട്ടേക്ക് വരും. ആ ആളെ കണ്ട് അവൾ ഞെട്ടും. അത് അവളുടെ അച്ഛനായിരുന്നു. ടേസോപ്പിനെ അവളെ അച്ഛനെ പരിചയപ്പെടുത്തി കൊടുക്കും. ട്രിപ്പിന് വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ജോലി ആവശ്യത്തിന് വന്നതാണ്, ടേസോപ്പിനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് അവൾ പറയും. എൻ്റെ അതേ പേരാണല്ലോ ടേസോപ്പിനും, ഞങ്ങളുടെ പേര് തമ്മിൽ റൈം ചെയ്യുന്നുണ്ട്, ഞങ്ങളെ കാണാനും ഏകദേശം ഒരുപോലെ ഇരിപ്പുണ്ട്, അതുകൊണ്ടാണോ നീ ടേസോപ്പിനെ ഇഷ്ടപ്പെട്ടത്? ഇങ്ങനെ മീറ്റ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. യുഎങ് ഒട്ടും കംഫർട്ടബിൾ അല്ല. അച്ഛൻ എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നു എന്നാണ് അവളുടെ മനസ്സിൽ കൂടി പോകുന്നത്. നമ്മള് പണ്ട് ഒന്നിച്ച് സ്പെൻഡ് ചെയ്ത സമയമൊക്കെ ഞാനിപ്പോ ഓർക്കാറുണ്ട്. നമുക്കിനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മീറ്റ് ചെയ്യണം, ഞാൻ നിന്നെ അമ്മയും വിട്ട് അങ്ങനെ പോകാൻ പാടില്ലായിരുന്നു എന്നൊക്കെ അച്ഛൻ അവളുടെ അടുത്ത് പറയും. എന്നിട്ട് അവൾക്ക് പോക്കറ്റ് മണി കൊടുക്കും. പക്ഷെ അവളത് വാങ്ങത്തില്ല. അയാൾ നിർബന്ധിച്ചത് ടേസോപ്പിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് യുഎങ്ങിന് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അച്ഛനും അമ്മയും വ്യത്യസ്ത സ്വഭാവമുള്ള ആളുകളാണ്. എന്തുകൊണ്ടാണ് അവർക്ക് ഒന്നിച്ചു പോകാൻ പറ്റാത്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല. അച്ഛൻ പക്ഷേ ഞങ്ങള് ഇത്രയും കാലം നല്ല ക്ലോസ് ആയിരുന്നു എന്നുള്ള രീതിക്ക് സംസാരിച്ചത് എനിക്ക് വളരെ അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നി എന്നൊക്കെ അവള് ടേസൂപ്പിനടുത്ത് ഷെയർ ചെയ്യും. ടേസൂപ്പാണ് അവളെ വീട്ടിൽ കൊണ്ടുവിടുന്നത്. അവരെ യാത്ര പറഞ്ഞ് പിരിയാൻ നേരത്ത് അമ്മ അങ്ങോട്ടേക്ക് വരും. ഇതാരാന്ന് ചോദിച്ചുകൊണ്ടാണ് അമ്മ വരുന്നത്. അവള് പെട്ടെന്ന് തന്നെ അമ്മയും ടേസൂപ്പിനെയും പരിചയപ്പെടുത്തി കൊടുത്തിട്ട് അമ്മയും വിളിച്ച് അകത്തേക്ക് പോകാനായിട്ട് ധൃതി കാണിക്കും. ഞാൻ ബ്ലൈൻഡ് ഡേറ്റിനെ മീറ്റ് ചെയ്തതാണ്, റീസെന്റ് ആയിട്ടാണ് ഡേറ്റ് ചെയ്ത് തുടങ്ങിയത്. അമ്മയടുത്ത് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അമ്മ ബിസി ആയതുകൊണ്ട് പറയാൻ പറ്റിയില്ല എന്ന് അവൾ അമ്മയടുത്ത് പറയും. പ്രോപ്പറായിട്ട് എനിക്ക് കണ്ട് സംസാരിക്കണം, അതുകൊണ്ട് ഒരു ദിവസം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അമ്മ അവളോട് പറയും. അങ്ങനെ അവളത് വിളിച്ച് ടേസൂപ്പിന്റെ അടുത്ത് പറയും. വരുന്ന സാറ്റർഡേ വീട്ടിലേക്ക് വരാമെന്ന് അവൻ സമ്മതിക്കും. യുഎൻ തിരിച്ച് ജോയിൻ ചെയ്യും. മിസ്റ്റർ ഓയെ കുറച്ച് നാളത്തേക്ക് ലീവിൽ പോകാനായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് ഓഫീസിൽ നിന്ന്. അതുകൊണ്ട് ടെമ്പററി ടീം ലീഡർ ആയിട്ട് നാരിയാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. യുഎങ്ങിന്റെ അമ്മയുടെ ഹെൽത്ത് ചെക്കപ്പിന്റെ റിസൾട്ട്സ് ഒക്കെ വരും. ചെറിയ പ്രശ്നമുണ്ട്. ഇത് സിവിയർ ആവുകയാണെങ്കിൽ സെർബ്രൽ ഹെമറേജിന് വരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടി ടെസ്റ്റ് ഒക്കെ നടത്തണം, ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. അതുവരെ ആൽക്കഹോൾ യൂസ് ചെയ്യരുത്, സ്മോക്ക് ചെയ്യരുത്, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യണം എന്ന് ഡോക്ടർ അമ്മയുടെ അടുത്ത് പറയും. കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ യുഎങ്ങിന്റെ അടുത്ത് പറഞ്ഞോ എന്നാണ് കൊളീഗ് ചോദിക്കുന്നത്. ഇല്ല, ഞാൻ അവളുടെ ബോയ് ഫ്രണ്ടിനെ ഈ സാറ്റർഡേ മീറ്റ് ചെയ്യുന്നുണ്ട്, അതിനുശേഷം പറയാമെന്ന് വിചാരിച്ചു എന്ന് അമ്മ അവരുടെ അടുത്ത് പറയും. അപ്പൊ ഹസ്ബൻഡിന്റെ അടുത്ത് പറയുന്നതിനും ചോദിക്കുമ്പോൾ 20 വർഷമായിട്ട് ഞങ്ങൾ സെപ്പറേറ്റഡ് ആണ്, പിന്നെ എന്തിനാണ് ഇനിയിപ്പോ ഹസ്ബൻഡിന്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്, ഞാൻ എന്തായാലും പറയാൻ പോകുന്നില്ല എന്നും യുഎങ്ങിന്റെ അമ്മ പറയും. യുഎങ്ങിന്റെ അമ്മയെ മീറ്റ് ചെയ്യുന്ന ആലോചിച്ചിട്ട് ടേസൂപ്പിന് നല്ല ടെൻഷൻ ഉണ്ട്. അവനത് ഇൻഹോ ആയിട്ട് ഷെയർ ചെയ്യും. ഇൻഹോ അപ്പൊ കുറെ ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കും അമ്മയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അമ്മയ്ക്ക് ആൽക്കഹോൾ ഇഷ്ടമാണ്, പക്ഷെ ഒരു ലൈറ്റ് ഡ്രിങ്കർ ആണ് ടേസൂപ്പ്. എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ പോകുന്നതിന് മുമ്പ് ഹാങ് ഓവർ മെഡിസിൻ ഒക്കെ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് ഇൻഹോ അവനോട് പറയും. അങ്ങനെ സാറ്റർഡേ ആവും. ക്ലീൻ ചെയ്തിട്ടും യുഎങ്ങിന് മതിയാകുന്നില്ല. ഇങ്ങനെ എല്ലാ ദിവസവും ചെയ്തെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മ അവളെ കളിയാക്കും. ഫുഡ് പുറത്തുനിന്നാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ടേസൂപ്പ് വരുമ്പോൾ കോൾഡായിട്ട് ബിഹേവ് ചെയ്യരുത്, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചോദിക്കരുത്, ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യണം, ചിരിക്കണം എന്നൊക്കെ അവൾ അമ്മയോട് പറയും. അപ്പൊ ആരോ വന്ന് ബെല്ലടിക്കും. ടേസൂപ്പ് നേരത്തെ വന്നു എന്ന് വിചാരിച്ചിട്ട് അവൾ പോയി വാതിൽ തുറക്കുമ്പോൾ അത് അവളുടെ അച്ഛനായിരിക്കും. ടേസൂപ്പ് ആണെന്ന് വിചാരിച്ചാണ് അമ്മയും പുറത്തേക്ക് വരുന്നത്. അവള് അച്ഛനെ വിളിക്കുന്ന കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വരും. അച്ഛൻ ഒന്നും സംഭവിക്കാത്ത കൂട്ട് അകത്ത് വന്നിട്ട് കുറെ നാളായല്ലോ കണ്ടിട്ടെന്ന് സംസാരിച്ചു തുടങ്ങും. അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് യുഎങ്ങിന് മനസ്സിലാവും. എന്താണ് അടുത്തത് സംഭവിക്കാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് അവർക്ക് ടെൻഷൻ ആവും. അതേ സമയത്താണ് ടേസൂപ്പ് അങ്ങോട്ടേക്ക് വരുന്നത്. ടേസൂപ്പിനെ കാണുന്നതാണ് അച്ഛൻ പരിചയഭാവത്തിൽ അവരുടെ അടുത്ത് സംസാരിക്കും. അതും കൂടെ കാണുമ്പോൾ അമ്മയ്ക്ക് ദേഷ്യം കൂടും. അമ്മ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള രീതിക്ക് യുഎങ്ങിനെ നോക്കും. അവളൊന്നും മിണ്ടാതെ നിൽക്കും.